ഇന്ത്യയിൽ അധികാരത്തിലെത്തണമെങ്കിൽ യു പിയിൽ മേൽക്കൈ നേടണം എന്നത് ഒരു പഴയ പല്ലവിയാണ്. യു പി രാഷ്ട്രീയമായി ഏറെ നിർണായകമാണ്. ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അടക്കം ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം എന്നതൊരു പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമാണ് 80 സീറ്റുകൾ യു പിയിലുണ്ട് എന്നത്. മൊത്തം 542-ൽ 80 എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ വലിയൊരു ചങ്കാണ്. 28 സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ മറ്റതൊക്കെ വളരെ ചെറുതാണ്. അപ്പൊ യു പിയുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. അതുകൊണ്ട് യു പിയിൽ ആര് അധികാരമേറുന്നുവോ അവർ ഇന്ത്യ ഭരിക്കും എന്നത് പൊതുവായുള്ള ഒരു സമവാക്യമാണ്. അത് രാഷ്ട്രീയ സമവാക്യമാണ്. BJP കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി യു പിയിൽ അങ്ങേയറ്റത്തെ ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജാതി ഘടന, ഇവിടെ ജാതിയായിരുന്നു പ്രധാന രാഷ്ട്രീയ മുദ്രാവാക്യം. അതിൽ ചൗധരി ചരൺ സിംഗ് ഒരു വശത്തുണ്ടായിരുന്നു, മുലായം സിംഗ് യാദവിന്റെ കൂട്ട വേറെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ജാതിയിൽ ജാട്ടും യാദവും മുസ്ലിമും അങ്ങനെ വളരെ വ്യത്യസ്തമായ സങ്കീർണമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനിടയിൽ BSPയുടെ ദളിത് വോട്ട് ബാങ്ക്, ജാദവ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉള്ള വോട്ട് ബാങ്ക് മറ്റൊന്നായിരുന്നു. മുസ്ലിം വോട്ട് ബാങ്ക് അതിൽ വേറൊരു തരത്തിൽ അതിനെ വിഘടിച്ചിരുന്നു. കോൺഗ്രസ് ഒരു കാലത്ത് ബ്രാഹ്മിൻ ദളിത് മുസ്ലിം എന്ന കോമ്പിനേഷനിലാണ് കോൺഗ്രസ് അവിടെ ജയിച്ചിരുന്നത്. മിക്കപ്പോഴും യാദവ പിന്നോക്ക വോട്ടും ജാട്ട് വോട്ടും താക്കൂർ വോട്ടും ഒക്കെ കോൺഗ്രസിന് എതിരായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ ആ ഐക്യമുന്നണി കോൺഗ്രസിനെ വലിയ വിജയത്തിലെത്തിച്ചിരുന്നു. BJP ഈ ഐക്യമുന്നണിയാണ് തകർത്തത്. കോൺഗ്രസ് ദുർബലമായതോടുകൂടി ബ്രാഹ്മിൻ വോട്ട് നല്ലൊരു പങ്ക്, അപ്പർ കാസ്റ്റ് വോട്ട് BJPയിലേക്ക് പോയി. പിന്നെ BJP ചെയ്തത് വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. ജാതിക്കപ്പുറത്ത് മതം പ്രധാനമാക്കുന്ന തരത്തിൽ ഹിന്ദുത്വ എന്ന അജണ്ട എല്ലാ ജാതികളെയും കൂട്ടിയോജിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും അങ്ങനെ പിന്നോക്ക വിഭാഗങ്ങളുടെ വലിയൊരു വോട്ടും താക്കൂർ വിഭാഗങ്ങളുടെ വോട്ടും ഒരു പരിധിവരെ ദളിത് വോട്ടുകളും അവർക്ക് സമാഹരിക്കാൻ കഴിയും. അപ്പോഴും ദളിത് വിഭാഗത്തിലെ ജാദവ് വോട്ട് ശക്തമായി BSPക്കൊപ്പം നിന്നിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ അവിടെ BSP ആണ് രണ്ടാമത്തെ കക്ഷിയായത്. അവർക്ക് 10 സീറ്റ് ഉണ്ടായിരുന്നു. 5 സീറ്റാണ് മുലായം സിംഗ് യാദവിന്റെ, അന്ന് ഇപ്പോൾ അഖിലേഷ് യാദവിന്റെ SP ഉണ്ടായത്. റായ്ബറേലി എന്ന ഒറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. അമേധി എന്ന് പറയുന്ന നെഹ്റു കുടുംബത്തിന്റെ തറവാട്ട് സ്വത്ത് എന്ന് പോലും പറയാവുന്ന സ്ഥലത്ത് രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും ചെയ്തു. വലിയ തകർച്ചയാണ് അവിടെ ഉണ്ടായത്. അവിടെ സംഘടനാപരമായി നോക്കിയാൽ BJP വളരെ വളരെ ശക്തമാണ്. RSSന്റെ സംഘടനാ ബലമുണ്ട്. അവർക്ക് ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ മാത്രമല്ല 25 വീടിന് ആളുകളെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു സംവിധാനം അവിടെ BJP സംഘടനാപരമായി ഉണ്ടാക്കിയെടുത്തു. അവിടെ നിയമസഭയിൽ അധികാരത്തിൽ വന്നു. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു അധികാര ഘടന അവിടെ രൂപപ്പെട്ടു. ഏതായാലും 2019 നിന്ന് 2024 എത്തുമ്പോൾ എന്തു മാറ്റം അവിടെ ഉണ്ടാകും എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ചേർന്ന ഒരു കെമിസ്ട്രിയാണ്. ആ കെമിസ്ട്രി ജനങ്ങളിൽ നല്ല സ്വാധീനമുണ്ടാക്കി. ഭാരത് ജോഡോ യാത്രയ്ക്ക് പോലും നല്ല സ്വീകരണമുണ്ടായി. അവർ രണ്ടുപേരും ചേർന്നുള്ള റാലികളിൽ വലിയ തോതിൽ ജനക്കൂട്ടമുണ്ടായി. ഒരു റാലിയിൽ ജനക്കൂട്ടം അവർ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ കൂടുതൽ വന്നുകൊണ്ട് യോഗം നടത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. തീർച്ചയായും ഒരു പ്രതീക്ഷ ഇന്ത്യ മുന്നണി അവിടെ വച്ചിരുന്നു. അപ്പോഴും ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. BSPയുടെ നിലപാടുകൾ പലപ്പോഴും സംശയാസ്പദമായിരുന്നു. കാരണം EDയുടെയും ഇൻകം ടാക്സിന്റെയും ഒക്കെ വലയിൽപ്പെട്ട മായാവതി ഏത് നിമിഷവും തടവിലാക്കപ്പെടാം എന്നും അങ്ങനെ ആക്കപ്പെടാതിരിക്കണമെങ്കിൽ BJPക്ക് അനുകൂലമായി കളിക്കണമെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പല കളികളും കളിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിർത്തിയ സ്ഥാനാർത്ഥിയെ മാറ്റി. പല സ്ഥലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള, മുസ്ലിം ജനസംഖ്യയുള്ള സ്ഥലത്ത് മുസ്ലിം സ്ഥാനാർത്ഥിയെ BSP നിർത്തി. എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ഭിന്നിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ നിരവധി കളികൾ ഇത്തവണയും കളിച്ചിട്ടുണ്ട്. RLD, അപ്പനാദൾ പോലെയുള്ള കക്ഷികൾ ഇപ്പോഴും BJPയുടെ കൂടെ, NDAയുടെ കൂടെയുണ്ട്. ഇന്നിപ്പോ എക്സിറ്റ് പോൾ വരുമ്പോൾ വലിയ അത്ഭുതങ്ങളൊന്നും എക്സിറ്റ് പോളിൽ കാണുന്നില്ല. ബഹുഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും 60ഉം അതിന് മുകളിലേക്കുമാണ് ഇവർക്കുള്ള NDAക്കുള്ള സീറ്റ് പറയുന്നത്. ചില എക്സിറ്റ് പോളുകൾ 55, 50 വരെ ഒക്കെ എത്തിയിട്ടുണ്ട്, 52 വരെയൊക്കെ എത്തിയിട്ടുണ്ട്.
ബാക്കി അങ്ങനെ പറയുമ്പോഴും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തവണ 6 സീറ്റാണ് കിട്ടിയത്. ഇത്തവണ 6-ൽ കൂടുതൽ എന്ത് കിട്ടിയാലും അവർക്ക് നല്ലതാണ് പക്ഷേ BSPക്ക് ഉണ്ടായിരുന്ന 10 സീറ്റ് കാണാതെ പോയി. ഇപ്പൊ BSP ഈ സഖ്യത്തിലില്ല. BSP ഇത്തവണ ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് എക്സിറ്റ് പോളുകളെല്ലാം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 10 സീറ്റ് 10ഓ 12ഓ അല്ലെങ്കിൽ 15ഓ സീറ്റ് വരെ ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയേക്കാം എന്ന് പറയുന്നവരുണ്ട്. പല പല സർവേകൾ. അങ്ങനെ വന്നാൽ പോലും 60 സീറ്റിന് മീതെ എന്തായാലും BJPക്ക് കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശക്തിയാണ്. അവർക്കൊരു അല്പം പുറകോട്ടടി ഉണ്ടായിട്ടുണ്ട് എങ്കിലും പക്ഷെ ആ നഷ്ടം വന്നത് യഥാർത്ഥത്തിൽ BJPക്കല്ല BSPക്കാണ് എന്നതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ UP അതിൻ്റെ എന്താ പറയുക രാഷ്ട്രീയ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാകില്ല. ഇതാണ് റിസൾട്ടെങ്കിൽ എന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റും.